ബാല, എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഏയ് ഇല്ല മാമ, എനിക്ക് പരിപ്പറി മതി. ഞാൻ മീൻ ചോദിച്ചില്ലല്ലോ. അതല്ലടാ മണ്ട, ഗുസ്തി ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്? ആ ഏയ് അത് നല്ല രസമുണ്ടായിരുന്നു. രസം ഇനി അങ്ങോട്ട് കൂടി കൂടി വരും. So, did I hurt you today? ഏയ് നോ നോ, ഡോണ്ട് ബി സില്ലി. You know, you were so cute today. You were like a teddy bear. ദാസാ ദാസാ ഡാ അത് ഇരിയടാ അവിടെ. മുടി കഴിച്ചു തീർത്തിട്ട് പോയാൽ മതി. Das, you okay? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത്. ആ കുറകച്ചിനെ കെട്ടിപ്പിടിച്ചാലേ എനിക്ക് ഗുസ്തി പഠിക്കാൻ പറ്റുള്ളൂ. ഇതാണോ ഗുസ്തി? കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർ ആമ്പിള്ളേർ അങ്ങനെ കെട്ടിപ്പിടിച്ച് മറിഞ്ഞു അല്ല ഗുസ്തി പഠിക്കുന്നത്. ഞാൻ നിന്റെ ഫ്രണ്ടാ. ആ കുള്ള നിന്റെ ആരാ? ക്യൂട്ടാണ് പോലും. അവൻ ടെടിയല്ല, തെണ്ടിയാണ്. തെണ്ടി, ചകപ്പോത്ത്, ശീമപ്പന്നി, പന്ന പട്ടി. What are you saying? ഈശ്വര, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? See, why are you training with those uncultured fellows? You know this Balan? He's a very bad boy. I know him from this side. He's a womanizer. He's a fraud. I don't like it, and good girls don't do that. What do you mean you don't like it? And what is this thing about good girls, bad girls? I mean, good girls don't do with boys. Look, you're a good friend of mine. I'm staying at your house, training under your father. And I'll always be grateful to you for that. But that doesn't mean you'll start to control me in whatever I do. Remember one thing, Das. For me, wrestling is everything. And I mean everything. I'll do whatever possible to improve my skills. And I don't care for people who stand in my way telling me don't do this, don't do that. Not even my family. So don't you dare say such things to me again. Okay? Say something. Say I something. love you. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി എന്നെ ചീത്തയും വിളിച്ചിട്ട് ഈ വീട്ടിൽ ചാടിത്തുള്ളി നടക്കുന്ന പെമ്പറന്നവരുണ്ടല്ലോ, എൻ്റെ ഭാര്യ, നിൻ്റെ അമ്മ, എൻ്റെ 25ാമത്തെ വയസ്സിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ നീ ഇപ്പോൾ ആ പെങ്കൊച്ചിനോട് പറഞ്ഞ കാര്യം, ഐ ലവ് യു എന്ന്. പ്രേമിക്കുന്നത് തെറ്റാന്നൊന്നും ഞാൻ പറയുകയില്ല. പക്ഷേ ആ പെങ്കൊച്ച് സ്വന്തം നാടും വീടും വിട്ട് അവൾ ഈ അന്യനാട്ടിൽ വന്ന് കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ടല്ലോ, അത് അവിടെ നാട്ടിൽ ഉച്ചിലുള്ള ആമ്പിള്ളേർ കുറവായി പോയതുകൊണ്ടൊന്നുമല്ല, അവൾക്കൊരു ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട്, ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട്. നിനക്കില്ലാതെ പോയതും അത് തന്നെ. ഞാനിങ്ങനെ മുഖത്ത് നോക്കി പറയുന്നതുകൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. പക്ഷേ ഇപ്പം നീ ആ കുട്ടിയുടെ മുന്നിൽ ചെറുതാ, തീരെ ചെറുത്. ആദ്യം നീ അവളുടെ മുന്നിലൊന്ന് നിവർന്ന് നിൽക്ക്, എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. അതാടാ ആണത്തം.